ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ ഒരു എളുപ്പത്തിലുള്ള ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മീനച്ചാറാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. മീനച്ചാറോട് ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ തീരണതും അറിയത്തില്ല, അത്രയ്ക്കും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും മീനച്ചാർ. ഞാൻ ഇവിടെ മീൻ എടുക്കുന്നത് കേരയാണ് കേട്ടോ. ഞാനിതിന് മുന്നേ കേര നമുക്ക് വലിയ മീൻ കിട്ടിയാൽ അതെങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നും ഒരു ഉണക്കച്ചോകയും ചീച്ചലും ഇല്ലാണ്ട് നമുക്ക് പിന്നെ കറികളോ വറുക്കാനോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ. പിന്നെന്താ, എനിക്ക് മീനച്ചാറെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മിയുടെ അമ്മ. ഞാറക്കൽ ഭാഗത്താണ് കേട്ടോ അവരുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ അമ്മച്ചി മീനച്ചാർ ഉണ്ടാക്കുമ്പോഴേ കരിമീൻ ഉപയോഗിച്ചാണ് മീനച്ചാർ ഉണ്ടാക്കുക. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. എൻ്റെ ചെറുപ്പകാലത്താണ് കേട്ടോ അത് കിട്ടിയത്. അപ്പം ഞാൻ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ 1980s സമയത്ത് സൗദിയിൽ നിന്ന് ലീവിന് ഞാൻ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അമ്മച്ചി ഒരു കുപ്പി അച്ചാർ തരും. എൻ്റെ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് അന്നൊക്കെ, അപ്പോൾ ബോംബെയിലാണ് ഇറങ്ങുക. അപ്പോൾ അവിടെ കുറച്ച് ദിവസം സ്റ്റേ ഉണ്ടാവും. എന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മമ്മി അതൊക്കെ പൊട്ടിച്ച് എനിക്ക് ഒരു കഷ്ണമൊക്കെ എനിക്ക് തരും. എന്തൊരു ടേസ്റ്റാണ്. ആ രുചി ഒന്നും പോവില്ല കേട്ടോ. എന്തായാലും അതിനോട് ചേർന്നെത്തിയിട്ടുണ്ട് എൻ്റെ അച്ചാറെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മച്ചിയൊക്കെ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലേ ഞാൻ ആ റെസിപ്പി ചോദിച്ചു വാങ്ങിയാൽ. എന്തായാലും എൻ്റെ മമ്മിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ അച്ചാറുണ്ടാക്കി തുടങ്ങിയത്. അന്നൊക്കെ അച്ചാറൊന്നും ഉണ്ടാക്കില്ല. നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തരാനുണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അതായിരിക്കും അന്ന് മമ്മിയൊന്നും അച്ചാറുണ്ടാക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതാ നമ്മുടെ കേര മീൻ നല്ല ദശയുള്ള മീനാണ്. അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ ഇട്ട്, അതായത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഷാലോ ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ദോശയുടെ പാത്രത്തിലാണ്. അതെങ്ങനെയാണ് നമുക്ക് വൃത്തിയാക്കുക ഞാൻ കാണിക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുടേണ്ടതല്ലേ. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇനി വറുത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. അതാ ഉണക്കമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് മസാല പൊടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് അച്ചാർ പൊടി, നമ്മൾ വാങ്ങുന്ന അച്ചാർ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ കുറച്ച് മീൻ വറ്റിക്കാൻ ഉപയോഗിക്കുന്ന മസാല പൊടിയുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതാണ് നമുക്ക് എളുപ്പമാക്കുക, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ അരിയാനും പിടിയാനൊക്കെ നിൽക്കണ്ടേ. ഇത് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിനകത്ത് 2 മാസം എന്നല്ല, അതിന് കൂടുതൽ നാൾ നിൽക്കും. ഞാൻ ഇനി ഇതുപോലെ ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വീണ്ടും ഒക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ചധികം തന്നെ വേണം. അപ്പോൾ ഞാൻ ഒരു ഏകദേശം 3 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടി വേണം, അതുപോലെ മഞ്ഞൾപ്പൊടി വേണം. ചിലവർ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യും കേട്ടോ. ഞാൻ എന്തായാലും കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ ഇല്ല, അതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചൊറുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മൺപാത്രമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ പാത്രം നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ മീൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. വെറുതെ എണ്ണ കളയണ്ടല്ലോ. നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴേ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്നും നമുക്ക് വേണ്ടി വരില്ല. നമുക്കൊരു ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതാ നമ്മൾ കടുകും ഉലുവയും അതുപോലെ വറ്റൽമുളകും പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും പൊട്ടിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചേക്കിട്ടോ, അല്ലെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയേക്കുക, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇതായി പോട്ടോ, കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അച്ചാറിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു കണക്കാട്ടോ, എങ്ങനെയും നമ്മുടെ അച്ചാറിന് എത്രത്തോളം കുറുകാൻ വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതും എന്താ പറയുക, ഫിഷ് മസാല നിങ്ങളിങ്ങനെ ഇട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്. ഞാനിതിന് എരിവ് നല്ലോണം വരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ ഞാൻ ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചൊറുക്കൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കണ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന് ചാറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ബാക്കി വന്നിട്ട് ചൊറക്ക അല്ലെങ്കിൽ ബാക്കി ചൊറക്ക ഉണ്ടെങ്കിൽ അത് തിളപ്പിച്ചിട്ട് വേണം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. പച്ചയ്ക്ക് ചൊറക്ക ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കി നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ അതാ നമ്മൾ മീൻ വറുത്ത നമ്മുടെ ദോശയുടെ കല്ല് ഞാൻ വൃത്തിയാക്കാനായിട്ട് കാണിക്കാം കേട്ടോ. എങ്ങനെയാണ് ഈ എളുപ്പത്തിൽ നമുക്കത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചൂടാറിയ ദോശക്കല്ലെടുത്ത് ആദ്യം നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ വെറുതെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ നമ്മുടെ ദോശക്കല്ല് എടുത്ത് നമുക്ക് ചൂടാക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ നമുക്ക് വേറൊരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ കൊടുമ്പുളി നമുക്ക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 എണ്ണം ഒക്കെ മതിയാവും, നല്ല വലിയ കഷ്ണമാണെങ്കിലേ. എന്നിട്ടിത് നന്നായി തിളപ്പിക്കാൻ വയ്ക്കാവേ. നന്നായി തിളച്ചതിന് ശേഷം നമുക്കത് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. അതായത് നമുക്ക് പാകത്തിന് തൊടാവുന്ന ചൂട് ആവുന്ന വരെ നമുക്കങ്ങനെ ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പാകത്തിന് ചൂടായതിൻ്റെ കേട്ടോ. അപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പാകത്തിനുള്ള ചൂടാകുമ്പോൾ നമുക്കത് എടുത്തിട്ട് അതിൻ്റെ കുടംപുളിയൊക്കെ എടുത്ത് കൂട്ടി പിടിച്ച് നമുക്ക് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി തിരുമ്മി കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് സോപ്പ് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇതിൻ്റെ പിന്നിലെ സയൻസ് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പല ഈ ഓട്ടുപാത്രങ്ങൾ അങ്ങനെയൊക്കെ പുളിയും കൊണ്ടൊക്കെ തേച്ചൊരച്ച് കഴിയാൻ നല്ല വെട്ടി തിളങ്ങുമെന്നൊക്കെ പറയുന്നല്ലേ. അപ്പോൾ ഏകദേശം ആ ഒക്കെ ഒരു സയൻസാണ് നമ്മൾ കൊടംപുളി അല്ലെങ്കിൽ മറ്റേ വാളംപുളി ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം വാളംപുളി വെച്ച്. അപ്പോൾ നമ്മൾ ഈ കുടംപുളി വെച്ച് നന്നായി തിരുമ്മിയതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ വെറുതെ കഴുകി വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് സോപ്പ് ഇട്ടിട്ടോ സ്ക്രബ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. സാധാരണ വെള്ളത്തിൽ വീണ്ടും കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഫിഷിൻ്റെ സ്മെല്ലൊന്നുമില്ല. ഇനി വീണ്ടും നമുക്കിത് ഗ്യാസിൽ വെച്ച് ചൂടാക്കാൻ വയ്ക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് നമ്മൾ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നന്നായി പരട്ടി വെക്കുക കേട്ടോ. കുറച്ച് കൂടുതലെങ്കിലും വേണം. നന്നായി പരട്ടി വയ്ക്കുക. അപ്പോൾ ആ ചൂടിൽ അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാനിപ്പോൾ മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ടാണ് ആ വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒന്ന് സ്പ്രെഡാക്കിയത്. അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട. നമുക്ക് ഈ മരത്തിൻ്റെ കയ്യിലുമൊക്കെ ഇതുപോലെ എണ്ണ തേച്ചൊക്കെ പിടിപ്പിച്ച് വെച്ച് കൊടുത്താൽ ഇതുമ്പോൾ പൂപ്പലൊന്നും പിടിക്കാണ്ടൊക്കെ ഇരിക്കും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇങ്ങനെ ഇരിക്കും തോറും അതിനിങ്ങനെ ഒരു ഫംഗസ് പോലെ അല്ലെങ്കിൽ വൈറ്റ് കളർ സാധനം ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അത് ഫോം ചെയ്യാതിരിക്കും കേട്ടോ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്താൽ. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യട്ടെ. അപ്പം നിങ്ങളുടെ ഈ മരത്തിൻ്റെ കൈലകളൊക്കെ നല്ല ഗ്ലോസി ഇഫക്റ്റ് കിട്ടും. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ ചെയ്യണം, നല്ലതാണ്. അപ്പോൾ അതാ നമ്മുടെ ദോശക്കല്ലിൻ്റെ ചൂടൊക്കെ ആറിയിട്ട്. അപ്പോൾ എക്സ്ട്രാ ഞാൻ നല്ലോണം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഇട്ടോളാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇട്ട് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പാത്രം റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാത്രം റെഡി ആയിട്ടുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ക്യാബിനറ്റ്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇങ്ങനെ അടഞ്ഞു മൂടിയിരിക്കുന്ന സ്ഥലത്തോ വെക്കരുത്. നമ്മൾ കുക്ക് ചെയ്യുന്ന ഗ്യാസിൻ്റെ ബാക്കിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചൂട് ഇടയ്ക്കിടയ്ക്ക് കൊള്ളുമ്പോൾ അത് വീണ്ടും സീസൺ ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ നിങ്ങളും ഇത് ടിപ്പ് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ദോശക്കല്ല് എന്താ പറയുക, ദോശയ്ക്ക് തന്നെ ആയിട്ടുള്ള രീതിയിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് താഴെ കമൻസിൽ പറയാം കേട്ടോ. അപ്പം നമ്മുടെ മീനച്ചാർ ഇരുന്ന് അങ്ങനെ അതിൻ്റെ മസാലയും അതിൻ്റെ ചൊറുക്കയും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന കുപ്പി ജാറിൽ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് എണ്ണ മുന്നിൽ നിൽക്കണം. എന്നാലേ ഈ അച്ചാർ കേടാവാതെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ അച്ചാറെല്ലാം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഈ ചട്ടിയിൽ നല്ല ചൂട് ചോറൊക്കെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി അങ്ങോട്ട് തിരുമ്മി ഉണ്ടൊക്കെ കുത്തി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഭയങ്കര തന്നെയാട്ടോ. അതൊരു വേറെ ലെവൽ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ മീൻ വറ്റിച്ചതാണെങ്കിലും ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഉഗ്രം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിന്നു ചിന്നു അപ്പോൾ കുറച്ചുകൂടി വേണം. നൈസ്. അപ്പോൾ അതാ നമ്മൾ പിറ്റേ ദിവസം അതേ ദോശക്കല്ലിൽ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് ചെയ്താൽ നമുക്ക് നമ്മുടെ ദോശക്കല്ല് പഴയതുപോലെ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തലേ ദിവസമൊക്കെ വരുന്ന സാമ്പാർ നിങ്ങൾ എങ്ങനെയാണ് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത്? ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചൂടാക്കാം കേട്ടോ. ഇനി ഇതേ നമ്മുടെ ദോശ നമ്മൾ ചൂടാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ സിമ്പിൾ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമുക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആവണ്ടേ. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എപ്പോഴും അടുക്കളയിൽ എല്ലായ്പ്പോഴും ഫ്രഷായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ ആ കടുകും ഉലുവയും പൊട്ടിച്ചതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും പൊട്ടിച്ചു. അതിന് ശേഷം നമ്മൾ ബാക്കി വന്ന സാമ്പാറിനെ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചാറിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിളയ്ക്കാൻ വയ്ക്കുക. ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി ഉണ്ടെങ്കിലും നമ്മൾ ഹോം മെയ്ഡ് ആയാലും ചെയ്യണമെങ്കിൽ നമ്മൾ പാക്കറ്റ് ആണെങ്കിലും ശരി കുറച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഉപ്പ് ചിലപ്പോൾ നോക്കാം, ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ നല്ല ഫ്രഷ് സാമ്പാറാവട്ടോ. അല്ലേ നമ്മുടെ ദോശ നോക്കി എളുപ്പത്തിൽ തോന്നില്ലേ? അപ്പം നിങ്ങളും ഈ ചെറിയ ചെറിയ സിമ്പിൾ ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കമൻസിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വായിക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും കേട്ടോ എനിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ.